ദൗർഭാഗ്യവശാൽ മനുഷ്യൻ്റെ ഐക്യത്തെ തകർക്കുന്ന നിലയിൽ, സമാധാനമില്ലാതാക്കുന്ന നിലയിലേക്കുള്ള പല നീക്കങ്ങളും സമൂഹത്തിൽ വ്യക്തികളും ഒരു കൂട്ടം മനുഷ്യരും നടത്തുന്നുവെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അറിവുള്ളവർ, നല്ല പാണ്ഡിത്യമുള്ളവരുൾപ്പെടെ ഇത്തരം നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മനുഷ്യരെ തെറ്റായ പാതയിലേക്ക് കൊണ്ടെത്തിക്കുന്ന നിലയിലേക്ക് മുന്നോട്ട് പോകുന്നു. അവിടെയാണ് അറിവ് സമാധാനത്തിന് വേണ്ടി എന്ന വളരെ പ്രസക്തമായ മുദ്രാവാക്യം ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായിക്കൊള്ളട്ടെ, വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലെ തന്നെ മതസാഹോദര്യത്തിന് വലിയ പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് ഇതിലെടുത്തു പറയേണ്ട കാര്യം. അതിൽ കേരളം എടുത്ത് പരിശോധിച്ചാൽ, ഇന്ത്യ എടുത്ത് പരിശോധിച്ചാൽ, മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഒരു അരക്ഷിതാവസ്ഥ രൂപപ്പെടുത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ജനാധിപത്യത്തെ കൈവിട്ട് തീവ്ര നിലപാടുകൾ സ്വീകരിച്ച് പോകേണ്ടതുണ്ട്. അഥവാ അങ്ങനെ പോയാൽ മാത്രമേ ഈ രാജ്യത്ത് ജീവിക്കാനാകൂ എന്നുള്ള ഒരു പ്രചരണം ശക്തമായി വരുന്നു. അവിടെ സുന്നി പ്രസ്ഥാനമാണ് അത്തരം വിഭജനത്തിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സുന്നികൾ എന്നും വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ മാനവിക ഐക്യത്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അറിവ് പോലും മനുഷ്യനെ വിഭജിക്കാനല്ല ഉപയോഗിക്കേണ്ടത്. ജ്ഞാനം, പാണ്ഡിത്യം മനുഷ്യരെ ഒന്നിപ്പിക്കാനാണ്. എല്ലാ മതങ്ങളെയും സാഹോദര്യത്തോടു കൂടി ഒന്നിപ്പിച്ചു നിർത്താനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. ഈ ഒരു ആശയം നമ്മുടെ സംസ്ഥാനത്തെ പല സാമൂഹിക സംഘടനകളും ഏറ്റെടുക്കുന്നുണ്ട്. വിവിധ മത സാമുദായിക സംഘടനകൾ മതസാഹോദര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നുണ്ട്. അതിൽ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ശരിയായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് സുന്നി പ്രസ്ഥാനങ്ങളാണ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ അറിവ് സമാധാനത്തിന് എന്നുള്ള മുദ്രാവാക്യത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. വിഭജനത്തെ, മനുഷ്യനെ വിഭജിക്കാനുള്ള ശ്രമത്തെ ഒരിക്കലും നമുക്കാർക്കും അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല. വിഭജനം ഒരു അരക്ഷിതാവസ്ഥ രൂപപ്പെടുത്തുകയും സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കുകയും ചെയ്യുകയാണ്. മനുഷ്യൻ്റെ ഐക്യമാണ് സമാധാനവും സ്വസ്ഥതയും നിലനിർത്തുന്നതിൽ പ്രധാനം. വ്യക്തിഹത്യകൾ, വായാടിത്തരങ്ങൾ, അപക്വമായ പ്രതികരണങ്ങൾ, മറ്റുള്ളവരെ അപമാനിക്കുന്ന നിലപാടുകൾ, ഒരു സമൂഹത്തെയാകെ മോശമാക്കുന്ന നിലയിലേക്കുള്ള നീക്കങ്ങൾ, ഇതൊക്കെ ഒരു നാടിൻ്റെ സമാധാനം തകർക്കുന്നതാണ്. അവിടെയാണ് നമ്മുടെ അറിവ് സമൂഹത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് പ്രാധാന്യമർഹിക്കുന്ന കാര്യം. എല്ലാ തരത്തിലുള്ള ജ്ഞാന സമ്പാദനത്തിൻ്റെയും ലക്ഷ്യം മനുഷ്യൻ്റെ നന്മ മുറുകെ പിടിക്കുക, സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതത്തിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ്.
അതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ നാട്ടിൽ വിവിധ സംഘടനകളുണ്ട്, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. അതാത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സംഘടനകളുടെയും ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. എന്നാൽ അത് വ്യക്തിവിരോധത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. സുന്നി പ്രസ്ഥാനം എന്നും വ്യക്തി വിരോധത്തിലേക്കോ അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളെ അസഹിഷ്ണുതയോടുകൂടി സ്വീകരിക്കുന്ന സമീപനമോ ഉണ്ടാകാറില്ല എന്നുള്ളത് എടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് തീർച്ചയായിട്ടും മാതൃകാപരമായൊരു നിലപാടാണ്. നാടിൻ്റെ മാനവിക ഐക്യത്തിന് വേണ്ടി എല്ലാ മത സാമുദായിക സംഘടനകളെയും ഈ ഐക്യത്തിൽ നിലകൊള്ളാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള നിലപാട് അത് സ്വാഗതാർഹമായ നിലപാടാണ്. അത് തീർച്ചയായിട്ടും സമൂഹത്തിന് വെളിച്ചം നൽകുന്നതാണ്. അതിനിയും തുടരണം. മറ്റൊരുപാട് പരിപാടികൾ എന്നുള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കാതെ ഇവിടെ വരാനും ഈ മികവുറ്റ ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ സമ്മേളനത്തിൽ പങ്കുകൊള്ളാനും സാധിച്ചതിൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.